രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രുതി പാർലറിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും മീര വന്നിട്ട് ചോദിച്ചു, എത്ര നാള് നീ ഇങ്ങനെ പാർലറിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കും? ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് കാര്യമുണ്ടോ? പാർലറിൽ ചെല്ലണ്ടെന്ന് ചോദിച്ചു. അതെ, തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. പാർലറിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാൻ. എൻ്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതും പറഞ്ഞുകൊണ്ട് നീ ഇവിടെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, എങ്ങനെയെങ്കിലും എനിക്ക് ആ വീട്ടിലേക്കൊന്ന് കയറി പറ്റിയാൽ മതിയെന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇന്ന് നിന്റെ അമ്മായിമ്മയുടെ ബർത്ത്ഡേയാ. അല്ല, അതെന്ന് നിനക്കെങ്ങനെ അറിയാം? സുധി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഓ, അതിനെനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു ചിന്താഗതിയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. അപ്പോഴേക്കും മീര പറഞ്ഞു, അവിടെ ഭയങ്കര ആഘോഷമൊക്കെ ഉണ്ടെന്ന് തോന്നേ. അവര് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ആണോ? ഓഹോ, അങ്ങനെയാണല്ലേ. അപ്പോഴേക്ക് ശ്രുതി ആലോചിച്ചു, അങ്ങനെയാണ് ഇത് വെച്ചൊരു കളി കളിക്കണമല്ലോ എന്ന് പറഞ്ഞു. എന്ത് കളി? അതെ, എൻ്റെ അമ്മായിമ്മയ്ക്ക് ഈ സ്വർണം പണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര താല്പര്യം. ഒരു കാര്യം ചെയ്യാം, അവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു നെക്ലേഴ്സ് കൊടുക്കാന്ന് പറഞ്ഞു. നെക്ലേഴ്സോ? അതിന് നിന്റെ എവിടുന്ന നെക്ലേഴ്സ്? സ്വർണ്ണം ഉണ്ടോ? നിന്നെയൊക്കെ സ്വർണം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സ്വർണം കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? റോൾഡ് ഗോൾഡ് കൊടുത്താൽ മതിയല്ലോ. റോൾഡ് ഗോൾഡോ? എടി, അത് പിടിക്കപ്പെടില്ലേ? പിടിക്കപ്പെടാനൊന്നും പോകുന്നൊന്നും ഇല്ലാന്നേ. ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇന്ന് രാത്രി തന്നെ അവർ പോയി ഉറച്ചു നോക്കാനൊന്നും പോകുന്നൊന്നുമില്ലോ. അതുകൊണ്ട് പ്രശ്നമില്ല. എടി, അവർ വല്ല പണയം വെക്കാനും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കള്ളത്തരം ഒന്ന് പിടിക്കപ്പെടുമല്ലോ. എടി, അത് പണയം വെക്കാൻ കൊണ്ടുചെല്ലുമ്പോഴല്ലേ, അതുവരെ കുഴപ്പമില്ലോ. അപ്പോഴേക്കും എൻ്റെ അമ്മായിമ്മ അങ്ങോട്ടേക്ക് എന്നെ വിളിക്കും. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പം ഞാൻ അതെടുത്ത് മാറ്റും. വല്ല കള്ളന്മാരും കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിന്റെ ബുദ്ധിയൊക്കെ ശരി തന്നെ. പക്ഷേങ്കില് നീ ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നിന്നെ അടിച്ചു ഓടിക്കത്തില്ലേ ഉള്ളൂ. അത് ശരിയാ. ഇതിനു മുമ്പ് അവരെന്നെ അടിച്ച അടിയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. തിരിച്ചെനിക്ക് അടി കൊടുക്കാൻ അറിയത്തില്ലാഞ്ഞിട്ടൊന്നും അല്ല. പിന്നെ അവിടേക്ക് കയറാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നേ. അല്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഞാൻ ഈ സ്വർണ്ണമായിട്ട് പോകുന്നില്ലോ. പിന്നെയോ നീയല്ലേ പോകുന്നേ? ഞാനോ? നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാനാണോ? എടി, എനിക്ക് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ഒരു ഉപകാരം ചെയ്തതാ. നീ ഈ ഗിഫ്റ്റുമായിട്ട് അവിടേക്ക് ചെല്ലണം. എൻ്റെ അമ്മായിമ്മയ്ക്ക് കൊടുക്കണം. എൻ്റെ പൊന്നോ, എനിക്ക് പറ്റില്ല. എന്താ മീര ഇങ്ങനെ? എനിക്ക് വേണ്ടി നീ ഇത്രയെങ്കിലും കാര്യം ചെയ്തു തരില്ലെന്ന് ചോദിച്ചു. ഒടുവില് മീര സമ്മതിച്ചു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതേ സമയത്ത് അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ സച്ചിൻ രേവതി നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ രേവതി ബലൂണൊക്കെ വീർപ്പിച്ചിങ്ങനെ കൊടുക്കുമ്പോൾ സച്ചി അതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. രവീന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചന്ദ്രമതി വന്നതൊക്കെ നോക്കി ചന്ദ്രമതിക്ക് സന്തോഷമായി. രേവതിയുടെ സച്ചിയുടെ അത് ഇത്തിരി കൂടെ നീക്കി അങ്ങോട്ടേക്ക് വെക്കാനൊക്കെ പറയണം. നല്ല മനോഹരമായിട്ട് അവരതെല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഇതേ സമയത്ത് ശ്രുതി എന്ത് ചെയ്തു? വലിയൊരു ലെറ്ററൊക്കെ എഴുതുവാണ്. മീര വന്നിട്ട് ചോദിച്ചു, ഇതെന്താടി ലെറ്ററൊക്കെ എഴുതുന്നേ? അതോ എൻ്റെ അമ്മായിമ്മയ്ക്കുള്ള ലെറ്ററാ? അമ്മായിമ്മയ്ക്കോ? അതെ. ഈ നെക്ലേഴ്സും വെച്ച് ഈ ലെറ്ററും കൂടെ വെക്കുമ്പോഴത്തേനും എൻ്റെ അമ്മായിമ്മ ഫ്ലാറ്റാവും ഉറപ്പ്. കണ്ടു, എന്നെ തിരികെ പിടിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ മീരയുടെ കയ്യിലേക്ക് കത്ത് കൊടുത്തു. മീര അത് വായിച്ചു. ഉറപ്പായിട്ടും ഈ കത്ത് വായിച്ച് നിന്റെ അമ്മായിമ്മ കരയും. എനിക്ക് ഷുവറായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ ശരി, നീ ഇതൊക്കെ എന്നെ ഒന്ന് പാക്ക് ചെയ്യാൻ സഹായിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം അവര് സെറ്റ് ചെയ്യുവാണ്. മീരയുടെ കയ്യിൽ ഇത് കൊടുത്തുവിട്ട് ചന്ദ്രമതിയെ വീഴിക്കാനാണ് ശ്രുതിയുടെ പ്ലാന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കേക്കൊക്കെ എടുത്തു വെച്ചു. ശ്രീകാന്ത് വർഷം എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ കേക്ക് കെട്ടിയാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേനും രവീന്ദ്രൻ വന്നു. രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോൾ രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛാ, ഇനി അമ്മയെ വിളിച്ചോ, നമുക്ക് ആക്ടിങ് തുടങ്ങാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുധി അങ്ങോട്ട് വന്നു. കേക്കൊക്കെ എടുത്തു വെച്ചോ, ഇത് ഏത് ഫ്ലേവറാടാ എന്ന് പറഞ്ഞ് തൊട്ട് നോക്കി നോക്കണം. അയ്യോ, ഇങ്ങനെ ചെയ്യല്ലേ. ദേ സച്ചേട്ടാ, എത്രയും പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ സുധിയേട്ടൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എടാ ശ്രീകാന്തെ, നമുക്ക് തുടങ്ങിയാലെന്ന് വെച്ചു. സുധി വെച്ച് എന്തോ ഒരു ആക്ടിങ് ഉണ്ട്, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സുധിയേയും കൂടെ വിളിച്ചുകൊണ്ട് പോയി മാറി നിൽക്കുകയാണ് അവരെ. അപ്പോഴേക്കും രവീന്ദ്രൻ കിടന്ന് വിളിക്കുകയാണ്, ചന്ദ്രൻ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ചന്ദ്രമതി വന്നു. നല്ല ബലൂണൊക്കെ വെച്ച് നല്ലതായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുക. കേക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രമതി വന്ന് നോക്കുമ്പോൾ രവീന്ദ്രൻ മാത്രമേ ഉള്ളൂ. അല്ല, എന്തിയേ ബാക്കി എല്ലാവരും എന്തിയെന്ന് ചോദിച്ചു. നീ വാ, വന്ന് കേക്ക് കട്ട് ചെയ്യാം. അല്ല, അവരൊക്കെ എന്തിയേ? അവരൊന്നും ഇല്ലാതെ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നേ? അതോ, അവരൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. വരത്തില്ലാന്നോ? അവരൊക്കെ പുറത്തു പോയി. പുറത്തു പോനാ? എന്തൊക്കെ രവിയേട്ട പറയണേ? ചന്ദ്രൻ, നീ നല്ലൊരു ദിവസമായിട്ട് രേവതിയെ വഴക്ക് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലെന്ന്. ഞാൻ കരുതി നിന്നെങ്കിലും നീ അവളെ വെറുതെ വിടൂന്ന്. അയ്യോ, അത് രവിയേട്ട, ഞാൻ വഴക്ക് പറഞ്ഞില്ലാരേ. എടി, നീ ഇന്ന് അടുക്കള വെച്ച് രേവതിയെ വഴക്ക് പറഞ്ഞില്ലേ? അവളുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം താഴെ വീണ് പൊട്ടിയെന്നും പറഞ്ഞോണ്ട്. അയ്യോ രവിയേട്ട, സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിരുന്നപ്പോൾ സച്ചിക്കിൻ്റെ രേവതിയൊക്കെ ചിരി വന്നു. ഒരു പ്രായം കൊടുത്താണ്.
അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എന്നാലും ചന്ദ്രൻ നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. പാവം, നിന്റെ ബർത്ത്ഡേക്ക് ഓർത്തിരുന്നിട്ട് സച്ചി രേവതി നിനക്ക് വേണ്ടി ഇതൊക്കെ ഒരുക്കിയത് അവസാനം അവർക്ക് ആകെപ്പാടെ സങ്കടമായിപ്പോയി. സച്ചിക്ക് സഹിക്കുമോ രേവതിയെ വഴക്ക് പറഞ്ഞറിഞ്ഞ സച്ചി രേവതിയെ കൂട്ടി പുറത്തുപോയി. അവര് പോകുന്ന കണ്ടപ്പോൾ ശ്രീകാന്ത് വർഷ ആ കൂടെ പോയി. അവർക്ക് അത്ര ഇഷ്ടമാണല്ലോ രേവതിയെ. സുധി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മട്ടൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുധി ആ പൊന്നാലെ പോയെന്ന് പറഞ്ഞു. എന്നെ കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു. വേണ്ട രവിയേട്ടാ, അവരൊന്നും ഇല്ലാതെ എനിക്ക് ഈ കേക്ക് കട്ട് ചെയ്യണ്ട. എല്ലാരും കൂടെ നിൽക്കുന്നല്ലായിരുന്നു എനിക്ക് സന്തോഷം. എനിക്ക് കേക്ക് കട്ട് ചെയ്യണ്ട. അതും പറഞ്ഞ് ചന്ദ്രമതി തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴത്തേനും സച്ചി പറഞ്ഞു, ബാ ഇനി നിന്നാ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തിരിഞ്ഞു നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ടപ്പ എന്നൊരു ഒച്ച കേട്ടു. പാർട്ടി പോപ്പ് പൊട്ടിച്ചതായിരുന്നു സച്ചി. ചന്ദ്രമതി തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാരും കൂടെ ആണ്ട നിൽക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, അതെ ഞങ്ങള് വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞു. ഞാൻ ആകെപ്പാടെ അങ്ങോട്ട് പേടിച്ചു പോയായിരുന്നു. രേവതി പറഞ്ഞു, എന്നാലും ആന്റി ഇന്ന് രേവതി ചേച്ചിനെ വഴക്ക് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് എന്റെ 500 രൂപ പോയി കിട്ടി. 500 രൂപയോ? അതേന്നേ. ഞാൻ കരുതി എന്താണെന്നറിയാവോ, രേവതി ചേച്ചി പാത്രം പൊടിച്ച് അങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞു അങ്കിളിനോട്. അങ്ങനെ പറഞ്ഞെന്നറിഞ്ഞു കഴിയുമ്പോൾ തന്നെ രേവതി ചേച്ചിയെ ഫോൺ വിളിച്ച് ആന്റി ചീത്ത പറയുന്നു കരുതിയിരുന്ന ഞാൻ ബെറ്റ് വെച്ചു. അപ്പോഴേക്കും രേവതി ചേച്ചി പറഞ്ഞു, ഇന്ന് അമ്മ എന്നെ വഴക്ക് പറയില്ലെന്ന്. ഞാൻ പറഞ്ഞു പറയൂന്ന്, പക്ഷെ ഞാൻ തോറ്റുപോയി. ആന്റി ഇന്ന് വഴക്കൊന്നും പറഞ്ഞില്ല രേവതി ചേച്ചി, എന്റെ 500 രൂപ പോയി കിട്ടിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രമതി എല്ലാവരും കൂടെ ചിരിക്കുവാണ്. രവീന്ദ്രൻ പറഞ്ഞു, ഇനി സമയം കളയാതെ കേക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതി കേക്ക് കട്ട് ചെയ്തു, രവീന്ദ്രന് കൊടുത്തു. എല്ലാവരും ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു. സച്ചിക്കും രേവതിക്കും എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുവാണ്. ആ കൃത്യ സമയത്ത് തന്നെയാണ് മീര അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി പറഞ്ഞു വിട്ടിരിക്കുന്ന ആളല്ലോ. മീര ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് വന്ന് നിൽക്കുകയാണ്. മീരയെ കണ്ടു കഴിച്ചപ്പോഴത്തേനും ചന്ദ്രമതി നീ എന്താടി ഇവിടെയെന്ന് ചോദിച്ചു. ആന്റി ഞാൻ അകത്തേക്ക് വന്നോട്ടെ. രവീന്ദ്രൻ പറഞ്ഞു, വാ മോളെ കയറി വരാൻ പറഞ്ഞു. ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നേ? ആന്റി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യണം. ആന്റിക്ക് ഒരു ഗിഫ്റ്റോ? അതെ, ആന്റിക്ക് ഒരാൾ തന്നു വിട്ടാ. അതാ കള്ളി ശ്രുതിയായിരിക്കും, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അമ്മേ ശ്രുതിയായിരിക്കും കൊടുത്തു വിട്ടിട്ടുണ്ടായിരിക്കുക, അത് മേടിക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, ദേ മീര എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട, അവള് തന്നു ഒരു ഗിഫ്റ്റും വേണ്ട, മര്യാദയ്ക്ക് നീ പോവാൻ നോക്ക്. സച്ചി പറഞ്ഞു, എൻ്റെ അമ്മേ അത് വാങ്ങിച്ചേ കരുതോട്ടോ, മിക്കവാറും അതിനകത്ത് വല്ല ബോംബാണെന്ന് ആര് കണ്ടു. അതെ, പൗഡർ എടുത്ത് കൊടുത്തു വിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. മീര പറഞ്ഞു, അതെ ആര് കൊടുത്തു വിട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ശ്രുതി തന്നു വിട്ടാന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഈ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, കൊണ്ടുവന്നല്ല ചന്ദ്രൻ, നീ വാങ്ങിക്കാൻ പറഞ്ഞു. ഒടുവിൽ ചന്ദ്രമതി ആ ഗിഫ്റ്റ് വാങ്ങി. അപ്പോഴേക്കും മീര ശരിയെന്നും പറഞ്ഞുകൊണ്ട് മീര അങ്ങോട്ട് പോവുകയും ചെയ്തു. സന്തോഷത്തോടെ മീര പോന്നെ. പിന്നീട് ചന്ദ്രമതി ആ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ്. ഗിഫ്റ്റ് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്തൊരു നെക്ലേഴ്സ് ഇരിക്കുന്നു, സ്വർണ്ണ നെക്ലേഴ്സ്, കൂടെ ഒരു ലെറ്ററും ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, അവള് ആ കള്ളി എനിക്ക് തന്നിരിക്കുന്ന, എനിക്ക് വേണ്ട അവളുടെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് അത് വലിച്ചൊരൊറ്റ ഏറ് കൊടുക്കണം ആ ടേബിളിലേക്ക്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതിനകത്തൊരു കത്തും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. സുധി പെട്ടെന്ന് പോയി കത്തെടുത്തു. രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ കത്തിനകത്ത്? അങ്ങനെ സുധി കത്ത് വായിക്കണം. പ്രിയപ്പെട്ട ആന്റി അറിയാനായിട്ട്, ആന്റിക്ക് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അതെ, ആന്റി അവിടെ തന്നെ ഇറക്കി വിട്ടെന്ന്. പക്ഷേങ്കിൽ ഞാനാണ് തെറ്റ് ചെയ്തത്. ഞാൻ എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് ആന്റിയെ കണ്ടത്. അവിടെ നിന്ന് ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വീട് മാത്രമല്ല നഷ്ടപ്പെട്ടെ, നല്ലൊരു അമ്മയെ കൂടിയാണ് നഷ്ടപ്പെട്ടത്. ഞാൻ ഇനി എൻ്റെ തെറ്റ് ആവർത്തിക്കില്ല ആന്റി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കത്താണ്. അത് വായിക്കുകയാണ്. സച്ചിക്ക് ശ്രീകാന്തിനും അവർക്കൊക്കെ മനസ്സിലായി ഇത് ശ്രുതിയുടെ മറ്റൊരടവാന്നുള്ള കാര്യം. രവീന്ദ്രൻ ചന്ദ്രമതി ഒന്ന് നോക്കുകയാണ്. ചന്ദ്രമതി ഇങ്ങനെ കട്ടക്കലിപ്പോടുകൂടി അത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.